ലോൺ ആപ്പുകൾ, AI തട്ടിപ്പ്, ഡീപ് ഫേക്ക് വീഡിയോ. ലോകം സാങ്കേതികമായി വൻ കുതിപ്പ് നടത്തുമ്പോൾ ഓൺലൈൻ തട്ടിപ്പുകാർ പല രൂപത്തിലുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വികാസമനുസരിച്ച് സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ്. കോഴിക്കോട്ടെ AI തട്ടിപ്പ് സൈബർ പോലീസിനെ പോലും വട്ടം കറക്കിയ കേസാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളുടെ ഇരയായി ജീവനൊടുക്കിയ കോഴിക്കോട്ടെ +1 വിദ്യാർത്ഥിയും ലോൺ ആപ്പിൻ്റെ ഭീഷണിയിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്ത കൊച്ചി കടമക്കുടിയിലെ കുടുംബവും 2023 ഉണങ്ങാത്ത മുറിവാണ്. ഡീപ് ഫേക്ക് വീഡിയോ നിർമ്മാതാക്കൾ കൂടി രംഗത്തെത്തിയതോടെ വരും വർഷങ്ങളിൽ പതിയിരിക്കുന്ന ചതിയെക്കുറിച്ച് കൂടി നമ്മൾ തിരിച്ചറിയണം. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോ കോൾ തട്ടിപ്പിലൂടെയാണ് കോഴിക്കോട് സ്വദേശിയായ രാധാകൃഷ്ണന് 40,000 രൂപ നഷ്ടമായത്. രാധാകൃഷ്ണന്റെ സുഹൃത്തിന്റെ പേരിലായിരുന്നു വീഡിയോ കോൾ എത്തിയത്. തട്ടിപ്പ് മനസ്സിലായതോടെ രാധാകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഗുജറാത്ത് സ്വദേശിയായ കൗശൽ ഷായാണ് തട്ടിപ്പിന്റെ ആസൂത്രണമെന്ന് കണ്ടെത്തി. കൗശൽ ഷായുടെ ഗുജറാത്തിലെ അക്കൗണ്ടിലേക്കും പിന്നീട് ഗോവയിലെ കാസിനോവയിലേക്കുമാണ് പണം പോയത്. കൗശൽ ഷാ നേപ്പാളിൽ ഒളിവിലാണ്. ഇയാളുടെ 3 കൂട്ടാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. രാധാകൃഷ്ണന് സമാനമായി നിരവധി പേരാണ് കൗശൽ ഷായുടെ തട്ടിപ്പിനിരയായത്. എന്നാൽ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഗുജറാത്തിലെയും മഹാരാഷ്ട്രയിലെയും കർഷകരുടെയും വയോധികരുമായ സാധാരണക്കാരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉറവിടത്തിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. ലാപ്ടോപ്പിൽ സിനിമ കാണുന്നതിനിടെയാണ് കോഴിക്കോട് സ്വദേശിയായ +1 വിദ്യാർത്ഥിയുടെ ലാപ്ടോപ്പിലേക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പേരിൽ വ്യാജ സന്ദേശം എത്തിയത്. നിങ്ങൾ നിയമവിരുദ്ധമായ വെബ്സൈറ്റാണ് കാണുന്നത്, അതിനാൽ 33,900 രൂപ പിഴയായി ഉടൻ ഒടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് സന്ദേശത്തിൽ പറഞ്ഞു. സന്ദേശം കണ്ട് ഭയചകിതനായ വിദ്യാർത്ഥി മുറിയിൽ കയറി തൂങ്ങി മരിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും VPN സൈറ്റുകളിൽ നിന്നാണ് സന്ദേശം എത്തിയെന്ന് കണ്ടെത്തി. എന്നാൽ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. നിരവധി പേരാണ് സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് കൊച്ചി കടമക്കുടി സ്വദേശിയായ നിജോയും ഭാര്യ ശില്പയും 2 മക്കളെ വകവരുത്തി ജീവനൊടുക്കിയത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ശില്പ ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുത്തിരുന്നു. ഇതിന്റെ കുടിശ്ശികയായി 9,300 രൂപ ഉടൻ അടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നിജോയുടെ ബന്ധുവിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് സന്ദേശമെത്തി. ലോൺ സ്റ്റേറ്റ്മെന്റിനൊപ്പം ശില്പയുടെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങളും സന്ദേശത്തിലുണ്ടായിരുന്നു. ഈ സന്ദേശം കണ്ടതോടെ ജീവിതമൊടുക്കാൻ ഈ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിൽ നിരവധി ലോൺ ആപ്പുകളെ പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യാൻ പോലീസ് ശ്രമം നടത്തി. എങ്കിലും ഇപ്പോഴും ലോൺ ആപ്പുകളുടെ ഭീഷണി നിർബാധം തുടരുകയാണ്. ആരുടെ രൂപത്തിലും ആരെയും പുനഃസൃഷ്ടിക്കാം. അക്ഷരാർത്ഥത്തിൽ ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയുടെ ഞെട്ടിക്കുന്ന ഭീഷണിയിലാണ് 2023 അവസാനിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബോളിവുഡ് താരം കാജോളിൻ്റെ വസ്ത്രം മാറുന്ന തരത്തിലുള്ളൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടി. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇത് ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ചെടുത്ത ഒരു വീഡിയോ ആണെന്ന് മനസ്സിലായത്. തൊട്ടു പിന്നാലെ നടി രശ്മിക മന്ദാനയുടെയും ഇത്തരത്തിലുള്ള ഒരു ചിത്രം പുറത്തിറങ്ങി. വിശദമായ പരിശോധനയിൽ ഇതും ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ എന്ന് മനസ്സിലായി. തുടർന്ന് ബോളിവുഡ് താരങ്ങളും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തനമടക്കം നിരവധി പേരാണ് ഡീപ് ഫേക്കിനെതിരെ രംഗത്തെത്തിയത്. ഡീപ് ഫേക്കിലൂടെ വീഡിയോ മാത്രമല്ല ചിത്രങ്ങളും ശബ്ദങ്ങളുമൊക്കെ അതേ രീതിയിൽ പുനഃസൃഷ്ടിക്കാമെന്നതാണ് ഏറെ അപകടം. ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ വ്യക്തികളുടെ പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലുമൊക്കെ വലിയ ഭീഷണിയെന്ന് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഡീപ് ഫേക്കിനെതിരെ കൃത്യമായ നിയമനിർമ്മാണം ആവശ്യമെന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്.